ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൽവിൻ മിഷിഗൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഹോളണ്ടിലേക്കാണ് പോകുന്നത്. ഇത് നെതർലാൻഡ്സിലെ ഹോളണ്ട് അല്ല, ഇത് മിഷിഗൻ സ്റ്റേറ്റിൽ ഉള്ള ഹോളണ്ടാണ്. സോ ഇപ്പോഴത്തെ പ്രത്യേകത പറഞ്ഞാൽ ട്യൂലിപ്പ് ടൈമിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. സോ ട്യൂലിപ്പ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അവിടെ ഓൾ അറൗണ്ട് ദ സിറ്റി അവർ ട്യൂലിപ്സ് നട്ടിട്ടുണ്ടായിരിക്കും. അപ്പം പല വെറൈറ്റീസ് ഓഫ് ട്യൂലിപ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് പെയ്ഡും ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. സോ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വിൻമിൽ ഐലൻഡ് ഗാർഡൻസ് പറയുന്ന സ്ഥലത്തേക്ക് പോകാനാണ്. ഇത് ഞാൻ ഓൺ ദ വേ ഇപ്പം കണ്ടതാണ്. ഇവിടെയൊക്കെ കാർ വാഷ് എന്ന് പറഞ്ഞുള്ള സർവീസ് ആണ്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ കാർ വാഷിൻ്റെ അവിടെ തന്നെ അവർ വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ഈ വാക്യൂം ചെയ്യാനുള്ള ഫ്രീ പ്രൊവിഷനും. ഇത് മോസ്റ്റ്ലി ഫ്രീ ആയിരിക്കും ഈ കാർ സർവീസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വാക്യൂം ഏരിയ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വിൻമിൽ ഐലൻഡ് ഗാർഡൻസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരെ ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങൾ പാർക്ക് ചെയ്ത് ഒരു നിയർ ബൈ പ്ലേസിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ട്രെയിൽസിലൂടെ നടന്ന് ഞങ്ങൾ വിൻമിൽ ഐലൻഡ് ഫാമിലേക്ക് ഞങ്ങൾ എത്തിയത്. സോ എന്തായാലും തിരക്ക് കാണും എന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷാർപ്പ് ഒരു 9:30 ഞങ്ങൾ അവിടെ എത്തി. അതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല. ചെറിയ ക്യൂ എന്തായാലും ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് വലിയൊരു ക്യൂവിൽ ഞങ്ങൾ പെട്ടില്ല. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പല വെറൈറ്റീസ് ഓഫ് ട്യൂലിപ്സ് ആണ്. സോ ഐ വാസ് സോ എക്സൈറ്റഡ്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ഓൾ ദീസ് ട്യൂലിപ്സ്. സോ പല കളേഴ്സിൽ പല വെറൈറ്റീസ് അവിടെ ടീമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ട്യൂലിപ്സിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ ഇഷ്ടം പോലെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പോട്ട്സാണ് അവിടെ ഉള്ളത്. സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ ഐക്കോണിക് ആയിട്ടുള്ള വിൻമിൽ. ദി സ്വാൻ വിൻമിൽ എന്നാണ് എൻ്റെ പേര്. ഇറ്റ്സ് വർക്കിംഗ് വിൻമിൽ ആക്ച്വലി. അഗൈൻ ലോട്ട് ആൻഡ് ലോട്ട് മോർ ഓഫ് ട്യൂലിപ്സ് നിങ്ങൾക്ക് കാണാം ഇവിടെ. സോ ഈ വിൻമിലിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ ട്യൂലിപ്സ് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് നമ്മളെടുത്തു. സോ ഇവരെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര നീണ്ട റോസ് ഓഫ് ട്യൂലിപ്സ് അല്ല, അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ട്യൂലിപ്പ് ഫാമാണ്. അപ്പം ഒരു സെറ്റ് ഓഫ് കുറച്ചൊരു ഏരിയയിൽ കാണും. പിന്നെ ഇച്ചിരി മാറി പിന്നെ ഞങ്ങൾ ആ വിൻമില്ലിൽ കയറി. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. വർക്കിംഗ് വിൻമിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പല റോസ് ഉണ്ട്, നമുക്ക് ലെവൽസ് ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോയത് നെല്ലീസ് ഡച്ച് വില്ലേജാണ്, തൊട്ടടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡച്ച് കൾച്ചറും ഡച്ച് ഡാൻസും ഷൂ മേക്കിങ്ങും ഒക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊരു ഡച്ച് ഡാൻസ് ആണ്. അവരുടെ കാല് നോക്കി നിങ്ങൾക്ക് കാണാം വുഡൻ ഷൂസ് ആണ് അവർ വെയർ ചെയ്യുന്നത്. ഡച്ച് ഡാൻസിങ്ങിലെ ഒരു മെയിൻ സംഭവമാണ് വുഡൻ ഷൂസ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബിക്കോസ് അഗൈൻ വീക്കെൻഡ് ടൈമാണ്, ട്യൂലിപ്പ് ടൈമാണ്. അപ്പം നെല്ലീസ് ഡച്ച് വില്ലേജിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്യൂലിപ്സ് ഹിയർ ആൻഡ് ദെയർ കാണാം. പക്ഷേ ഇത് ട്യൂലിപ്സിനല്ല പ്രാധാന്യം. ഈ പറഞ്ഞ പോലെ ഡച്ച് ഡാൻസും അവിടെ ഒരുപാട് എന്താ പറയുക ഒരു ഷോപ്സ് പോലെ ഉണ്ട്. നമുക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാം. ഷൂ മേക്കിംഗ് കാണാൻ പറ്റും. പിന്നെ അവിടെ സൊവനീഴ്സൊക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കിഡ്സ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കിഡ്സിനുള്ള ഒരു വിസേസ് മെരി ഗോ റൗണ്ട് എന്ന് പറയുന്ന സംഭവം. പിന്നെ ജയൻറ്റ് വീലുണ്ട്, കിഡ്സിനൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫാമിലിക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. ഇത് ഈ ഡച്ച് ഡാൻസ് മാത്രമല്ല, ഓരോ ഇവൻറ്റിനും ടൈമുണ്ട്. അതായത് ടൈമുകളിൽ മാത്രമേ അവർ നടത്തത്തുള്ളൂ. അപ്പം ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ അവിടെ ഡച്ച് ഡാൻസ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ആ സ്പോട്ടിലേക്ക് അങ്ങ് വന്നു. അതുപോലെ നെല്ലീസ് ഡച്ച് വില്ലേജിലും ഒരു എൻട്രി ഫീസ് ഉണ്ട് ഫോർ അഡൾട്ട്സ് ആൻഡ് ഫോർ കിഡ്സ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അവരുടെ സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഈ ട്യൂലിപ്പ് ടൈം നടക്കുമ്പം ഹോളണ്ടിലെ പല സ്ഥലങ്ങളിലും ഡച്ച് ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഉണ്ടായിരിക്കും. അഗെയിൻ പെയ്ഡ് ആൻഡ് ഫ്രീ. അത് ഇവിടെ മാത്രമല്ല, സെന്റിനൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഡച്ച് ഡാൻസ് പഠിപ്പിക്കുന്നതായിരിക്കും.
നിങ്ങൾ ഈ ബിൽഡിങ്സ് കാണുന്ന വെച്ചാൽ ഇത് ഓരോന്നും ഓരോ ഒരു സെൻറ്റേഴ്സ് ഷോപ്പ് പോലെയാണ്, അല്ലെങ്കിൽ എക്സിബിറ്റ്. ഇപ്പം ഈ കാണുന്നത് അവിടുത്തെ ഗ്രോസറീസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ വേ ചെയ്തിരുന്നതെന്ന് കാണിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് പണ്ടത്തെ കാലത്തെ, അത് ഡച്ചിന്റെ കാലത്ത് അവരുടെ രീതിയിൽ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ ഉള്ള ഒരു എക്സിബിറ്റ് ആണിത്. സോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ട്യൂലിപ്സ് ഒക്കെ പ്ലാന്റ് ചെയ്ത് വെറൈറ്റീസ് ഓഫ് ട്യൂലിപ്സ് കാണാൻ പറ്റും. ഇതൊരു ഡച്ച് സ്കൂളാണ്, സ്കൂളിന്റെ മോഡൽ, ഒരു ക്ലാസ് റൂമിന്റെ മോഡലാണിത്. പിന്നെ ഈ കാണുന്നത് ഒരു അടിപൊളി സംഭവമായിരുന്നു, കണ്ടില്ലേ? ഇത് 2 പേർക്ക് നിന്ന് അറ്റ് എ ടൈം കോർഡിനേഷനിൽ നടന്നാൽ, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഇതിൽ നടക്കാൻ പറ്റുള്ളൂ. ഇതൊരു അടിപൊളി സംഭവമായിരുന്നു. ഇപ്പം ഈ കാണുന്ന പോലെ ചീസ് ടേസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് സാമ്പിൾസ് തരും, ആൻഡ് ലാസ്റ്റ് വേർഡ്സ് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നമുക്കത് മേടിക്കാം. ഇതാണ് കുട്ടികൾക്കുള്ള വൺ ഓഫ് ദി അട്രാക്ഷൻ. ഇതൊരു ആദ്യമായിട്ട് നമ്മൾ കാണുന്ന സംഭവം, അതായത് ഒരു കുട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് ഇരുന്ന് കൈ വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യേണ്ടത്. അപ്പം ട്രെയിനിൽ പോകുന്ന പോലെ ഒറ്റയ്ക്ക് നമുക്കിങ്ങനെ ലീവർ പിടിച്ച് വലിച്ച് ഇങ്ങനെ പോകാം. ഒരു ഫൺ എലമെന്റ് ആയിരുന്നു, കുട്ടികൾക്ക് എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടുവേ. സോ ഇത് കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ആദ്യം കൊടുക്കുന്ന എൻട്രൻസ് ഫീ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ അട്രാക്ഷൻസ് ഒക്കെ ഇസ് ഇൻക്ലൂഡഡ്. നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. നമ്മൾ എക്സ്ട്രാ വല്ല സൊവനീർ മേടിക്കോ അല്ലെ ട്യൂലിപ്പ് ബൾബ്സ് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഷോപ്പ് ആണല്ലോ, ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ വരത്തുള്ളൂ. ബാക്കി പറഞ്ഞ അട്രാക്ഷൻസിനൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുന്ന എൻട്രൻസ് ഫീ ഇസ് ഇൻക്ലൂഡഡ്. സോ ഹോളണ്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നെല്ലീസ് ഡച്ച് വില്ലേജും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, എസ്പെഷ്യലി ഫോർ കിഡ്സ്. സോ നമുക്കിങ്ങനെ കറങ്ങി നടന്ന് കാണാനായിട്ട് ഇഷ്ടംപോലെ എക്സിബിറ്റ്സ് ആൻഡ് ഷോപ്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ. സോ ഇത് ആക്ച്വലി റിപ്ലിക്ക ഓഫ് ദി ഡച്ച് വില്ലേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതെ, ഈ കാണുന്ന പോലെയൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് ഇതിനകത്താണേലും. ഫ്ലവേഴ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി സെറ്റ് ആയിരുന്നു അവിടെ. ഇതാണ് ഷൂ മേക്കിങ്ങിന്റെ ഒരു ഏരിയ. അപ്പൊ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ സാമ്പിൾ സൈസസ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിക്കും ഷൂസ് നമുക്ക് മേടിക്കണമെങ്കിൽ അത് അവിടെ പറഞ്ഞ് നമുക്ക് വേണ്ട നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇത് നോക്കി കഴിഞ്ഞാൽ പ്രോസസ്സ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു ഷൂ അവർ കാർവ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു എക്സിബിറ്റ് ആണത്. ആൻഡ് ദെൻ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ദെൻ another one attraction is the giant wheel. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ജയന്റ് വീലിൽ കയറുന്നത്. പിന്നെ എൻ്റെ മോളാണെങ്കിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പം അതും നല്ലൊരു എക്സൈറ്റഡ് സംഭവം. പിന്നെ ഇവിടെ ഒരു പെറ്റിംഗ് ഫാം ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് കുറച്ച് അനിമൽസേ ഉള്ളൂ, അതല്ലാതെ റാബിറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് റാബിറ്റ്സിനൊക്കെ കയ്യിലൊക്കെ എടുത്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, അതിനെ ഫീഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് അനിമൽസ് ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെരി ഗോ റൗണ്ട്. സോ ഇതില് കുട്ടികളുടെ ഒപ്പം അഡൽസിനും കൂടെ നിൽക്കാം. പിന്നെ ഇരിക്കാനുള്ള ഒരു കുറച്ച് സീറ്റിംഗ് അവിടെ ഫ്രണ്ടിൽ കാണാം. ഇതൊക്കെ കൂടാതെ വേറെ കുറച്ച് അട്രാക്ഷൻസ് അവിടെ ഉണ്ട്. കിഡ്സിനുമായിട്ടുള്ള സ്ലൈഡും പിന്നെ ഒരു സ്വിങ്, അഡൽട്സിനും കിഡ്സിനും ഒരേപോലെ ഇരുന്ന് കറങ്ങാൻ പറ്റുന്ന സ്വിങ്ങും ഒരു ഐസ്ക്രീം പാർലർ അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് എ വെരി ഫൺ ഡേ.
ആൻഡ് വി ആർ ഹെഡിങ് ടുവേർഡ്സ് ഹോം. സോ നമുക്കൊരു ഹാഫ് എ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. Thank you friends for watching. Hope you like the video. So please do share, support and subscribe.